ആ വ്യക്തിയെ പോലും ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും എനിക്ക് സാധ്യമാവണം. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത. പ്രവർത്തിക്കുന്ന ആത്മീയത. ഞാൻ മനുഷ്യവംശത്തിൽ ചേരാൻ കഴിവുള്ളവൻ. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വിഭാവനം ചെയ്യുന്ന, വാഗ്ദാനം ചെയ്യുന്ന ആത്മീയത. ഈ ആത്മീയത കൊണ്ട് സംഭവിക്കുന്നത് എന്താ? യഥാർത്ഥമായ മനുഷ്യവംശത്തിൽ സഹജീവിയുടെ ദുഃഖമറിയുന്ന, സഹജീവിയെ കരുതാൻ കഴിയുന്ന, മനുഷ്യനായിട്ട് എന്നെ മാറ്റാൻ കഴിയുന്ന ആത്മീയതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എനിക്ക് സ്വീകരിക്കാനും സ്നേഹിക്കാനും കഴിയും. ഞാൻ മനുഷ്യവംശത്തിൽ വീണ്ടും ചേരാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയതയുടെ മഹത്വമാർന്ന ഒരു തത്വത്തെ ഇവിടെ പറയാണ്. വളരുകയും ചുറ്റും റൂട്ട് അക്ഷരാർത്ഥത്തിൽ എടുക്കുകയും ചെയ്തു. ലോകം മുഴുവൻ ലിംഗഭേദം, ജാതി, ഭാഷ, മതം എന്നിവയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഫെല്ലോഷിപ്പ് ലോകം മുഴുവൻ വ്യാപിക്കുകയും നിലനിൽക്കുകയും എല്ലാ തരത്തിലുമുള്ള വിശ്വാസങ്ങളിലുള്ള മദ്യാസക്തർക്കായി വാതിലുകൾ തുറന്നിടുകയും ചെയ്തു. ഉണ്ടല്ലേ? ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്കറിയാം. ഇന്ന് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റൂട്ട് വളർന്നു. ലോകം മുഴുവൻ തന്നെ ഇന്നില്ലാത്ത ഒരു രാജ്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. ലിംഗഭേദമില്ല. കാരണം നമ്മുടെ പ്രയാമ്പിള് പോലും വ്യക്തികൾ എന്നാക്കി മാറ്റിപ്പോ മലയാളത്തില്. കാരണം അത് സ്ത്രീ, പുരുഷ, ട്രാൻസ്ജെൻഡറോ എല്ലാത്തിനെയും ഇന്നത്തെ ലോകത്തിന്റെ പുതിയ രാഷ്ട്രീയ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ്. ലിംഗഭേദം, ജാതി, ഭാഷ, മതം, ഇതിന്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആ വീട്ടിലത്തെ മനുഷ്യനാണ്. കുറച്ചും കൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന പ്രദേശത്തെ മനുഷ്യനാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പഞ്ചായത്തുകാരനാണ്. അപ്പോൾ ഇതൊക്കെ മാറിക്കൊണ്ട് തന്നെ ഒരു വിശ്വമാനവികതയിലേക്ക് ഉയർത്തുന്ന, എല്ലാ മനുഷ്യൻ ഒന്നാണ് എന്ന് പറയുന്ന വലിയ ഒരു വിഭാഗമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് ഫെല്ലോഷിപ്പ് മാറി. ഇവിടെ മദ്യാസക്തരായുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട്, ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളുമുള്ള മദ്യാസക്തർക്കായി വാതിലുകൾ തുറന്നിടുകയും ചെയ്തു. എല്ലാ തരത്തിലുള്ള മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ജലദുഷ്ടധർമ്മിക്കായിക്കോട്ടെ, മറ്റു ചിന്താഗതിക്കാർക്കായിക്കൊള്ളട്ടെ, നിരീശ്വരവാദിക്കായിക്കോട്ടെ, പ്രശ്നം ഒന്ന് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഏയുടെ നമ്മൾ വർഗം, ഇവിടെയാണ് വർഗത്തിന്റെ പ്രാധാന്യം നമ്മൾ പറയുന്നത്. എല്ലാവരും ഒറ്റ വർഗ്ഗമാണ്. മദ്യാസക്തർ എന്ന് പറയുന്ന വർഗത്തെയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഏയുടെ പാരമ്പര്യങ്ങളിൽ 2 അടിസ്ഥാന തത്വങ്ങൾ കാണാം. ഇവിടെയാണ് പ്രധാനമായിട്ട് പാരമ്പര്യങ്ങൾ കയറി വരികയാണ്. പിന്നീട് ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആത്മീയ തത്വങ്ങൾ വളരെയധികം ബന്ധിതമാണ് പാരമ്പര്യമായിട്ട്. ഏയുടെ പാരമ്പര്യങ്ങളിലെ 2 അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന്, പ്രാഥമിക ഉദ്ദേശം ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മദ്യാസക്തർക്ക് വേണ്ടി സന്ദേശം എത്തിക്കുക എന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അംഗത്വത്തിന് ആവശ്യമുള്ള യോഗ്യത മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്ന എന്നുള്ളതാണ്. ഈ പറയുന്ന ലോകം മുഴുവൻ തന്നെ ഫെലോഷിപ്പിന്റെ വ്യാപനം, മറ്റെല്ലാ വിധത്തിലുമുള്ള ഒരു തരത്തിലുമുള്ള വ്യത്യാസം ആൽക്കഹോളിക്സ് അനോണിമസ് ആർക്കും കൽപ്പിക്കുന്നില്ല. ഒരാളെയും പ്രത്യേകമായിട്ട് പ്രധാനമായിട്ട് വലിയ ആൾക്കാരെന്നോ ചെറിയ ആൾക്കാരെന്നോ, അല്ലെങ്കിൽ ഇത് വന്നിട്ടുള്ള റൂട്ടായിട്ടുള്ള ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വന്നതായതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും മുൻതൂക്കം ഉണ്ടെന്നൊന്നും ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നില്ല. ഇവിടെ ഒരൊറ്റ കാര്യമുള്ളൂ, മദ്യാസക്തർക്ക് സന്ദേശം എത്തിക്കുക. അംഗത്വത്തിന് ഒറ്റ യോഗ്യത മതി. മദ്യപാനം നിർത്താൻ ആഗ്രഹമുള്ളവരാണോ, ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിന്റെ വർഗം, വംശം, ഭാഷ ഇതൊന്നും ഇവിടെ വിഷയമല്ല എന്നാ പറയുന്നത്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിശ്വമാനവികതയുടെ വലിയ ഒരു എന്താ പറയുക ഒരു ആത്മീയത എന്ന് പറയുന്നത്. എന്റെ സ്പോൺസർ ഏയുടെ 12 പടികളും പാരമ്പര്യങ്ങളും സങ്കല്പങ്ങളും വിസ്തീരിച്ചു. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളും പാരമ്പര്യങ്ങളും സങ്കല്പങ്ങളും, നമുക്കറിയാം 1962 വേൾഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് സങ്കല്പങ്ങൾ വന്നത് എന്നുള്ളത്. എയിൽ വലിയൊരു സേവന കാലഘട്ടത്തിന്റെ ചരിത്രമുണ്ടായിരുന്നു. എയുടെ അടിസ്ഥാനമായ 36 തത്വങ്ങൾ, ഈ സങ്കല്പങ്ങളെ അടക്കം കൂട്ടിയിട്ടാണ് 36 തത്വങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്പോൺസർ ഇദ്ദേഹത്തിനോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ അടിസ്ഥാനങ്ങളിലാണ് എയെ സ്ഥാപിച്ചത്. ഈ തത്വങ്ങളാണവ. എന്റെ ജീവിതവും എന്റെ ഇച്ഛയും ദൈവത്തിലേക്ക് നൽകും എന്നാണ് പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 36 തത്വങ്ങളെയും കൂട്ടിച്ചേർത്ത് എന്റെ ജീവിതവും ഇച്ഛയും ഞാൻ ദൈവത്തിലേക്ക് നൽകും എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ദൈവത്തിന്റെ കാര്യം പറയുന്നത്. അവിടെ എന്റെ ജീവിതം, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഡയറക്ടർ ദൈവമായിരിക്കും എന്ന് പറയുന്ന 3-ാം പടി, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ തത്വങ്ങളും എന്റെ
ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള പോക്കായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആത്മീയതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ദൈവം നല്ല ക്രമപ്രകാരം നയിക്കുന്നതാണ്. ഈ ദൈവം പ്രതിനിധീകരിക്കുന്നത് 2 മില്യണോ അതിലധികമോ വരുന്ന മധ്യാസക്തരായ ആഗോളതലത്തിലുള്ള ഫെലോഷിപ്പ് അംഗങ്ങളെയും കൂടിയാണ്. ഇതെന്താണെങ്കിലും ഞാൻ അംഗീകരിക്കണം. അപ്പൊ കണ്ടോ, ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ടാണ് എന്റെ ജീവിതവും എന്റെ ഇച്ഛയും ദൈവത്തിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് പിന്നീട് പറയാണ്, ഈ ദൈവം എന്താണ്? നല്ല ക്രമപ്രകാരം നയിക്കുന്ന ദൈവമാണ്. ഈ ദൈവം പ്രത്യേകമായും മതത്തിന്റെ ദൈവത്തിനാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ ഈ ദൈവം നല്ല ക്രമപ്രകാരം നയിക്കുന്ന ദൈവമാണ്. ഈ ദൈവം പ്രതിനിധീകരിക്കുന്നത് 2 മില്യണോ അതിലധികമോ വരുന്ന മധ്യാസക്തരായിട്ടുള്ള ആഗോളതലത്തിലുള്ള ഫെലോഷിപ്പ് അംഗങ്ങളെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതാണ് ഇവിടെ ദൈവം എന്ന് പറയുന്നത്. അതെന്തായാലും ഞാൻ അംഗീകരിക്കണം എന്നാണ്. അപ്പൊ പറയുന്ന അഗ്നോസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ പറ്റും, ദൈവവിശ്വാസിയായ ആളായിക്കൊള്ളട്ടെ. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്ര വലിയ മഹത്തരമായിട്ടുള്ള ഒരു ആത്മീയത എവിടെയാ കാണാൻ പറ്റുക? ഇവിടെ മദ്യപാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പാരമ്പര്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ലോകത്തിലുള്ള മദ്യാസക്തരായ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതാണ് ദൈവം എന്നുള്ള രീതിയിൽ അവിടെ അവരുടെ എല്ലാ വികാരങ്ങളെയും, ഏതൊക്കെ തരത്തിലുള്ള മനുഷ്യരുണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ആ ഒരു ദൈവീക സങ്കല്പത്തെയാണ് ഇവിടെ പറയുന്നത്. അതിനെ അംഗീകരിക്കാൻ ആർക്കും മടിയുണ്ടാവില്ല, അത്ര വലുതായിരിക്കുമല്ലോ. അപ്പോ പടികൾക്കുള്ളിൽ തുടരുന്ന ശ്രമങ്ങൾ പാരമ്പര്യങ്ങളിൽ പ്രസ്താവിച്ചിരുന്ന ഐക്യത്തെ പ്രോത്സാഹിപ്പിച്ചിരിക്കുക. പടികൾക്കുള്ളിൽ തുടരുന്ന ശ്രമങ്ങൾ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിരന്തരമായി നമുക്കറിയാം 11ാമത്തെ പടിയൊക്കെ ചെയ്യുമ്പോഴും നമ്മളോട് എന്താ പറയുന്നത്? മദ്യം തന്ത്രശാലിയായ ശത്രുവാണ്, ആത്മീയതയുടെ ഇതിൽ നീ മടുത്തിരിക്കുക എന്നത് വളരെ എളുപ്പമാണെന്ന് 11ാമത്തെ പടിയിലാ പറയുന്നത്, വേറെ എവിടെയല്ല. 11 പടികൾ ചെയ്ത ആളോടാണ് പറയുന്നത്. നീ അവിടെ നിരന്തരമായ പരിശീലനമാണ് ഇത് ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റില്ല. എന്റെ ജീവിത അവസാനം വരെ നമ്മൾ ഇത് തുടരണമെന്ന് ഇതിന്റെ ലിറ്ററേച്ചറിൽ നമ്മളോട് പറയുന്നുണ്ട് 11ാമത്തെ പടിയിലൊക്കെ. സ്വയം മാറുക എന്നുള്ളതാണ്. ആ പടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തെറ്റുകളൊക്കെ പറ്റും. ആ തെറ്റുകൾ പറ്റുമ്പോൾ അവിടെ കടക്കാതെ വീണ്ടും തിരിച്ചു വരാനും ഈ പറയുന്ന പാരമ്പര്യങ്ങളിൽ പ്രസ്താവിച്ചിരുന്ന ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ്. പടികൾക്കുള്ളിൽ തുടരുന്ന പരിശീലനം എന്തിനാ? നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികള് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളിൽ പറയുന്ന ഐക്യം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഐക്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഈ അംഗങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടാവണം. ഈ ബന്ധം ഉണ്ടാവണമെങ്കിൽ പടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ 10 മിനിറ്റ് അധികം ഷെയർ ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അയാൾ പറയുന്ന അഭിപ്രായത്തോടുള്ള പ്രശ്നം നമുക്ക് തീരും. അഥവാ ഒന്ന് അറിയാതെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു മദ്യാസക്തന് ഏതെങ്കിലും കാര്യം തെറ്റായിട്ട് ഒരു മീറ്റിങ്ങിൽ പറയേണ്ടി വരുമ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് എന്ത് ചെയ്യില്ല? അവനെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള മറുപടി അവിടെ കൊടുക്കില്ല, ക്രോസ് ഷെയറിങ് നടത്തില്ല. ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. കാരണം ഒറ്റയ്ക്ക് നിന്നാൽ നമ്മൾ പരാജയപ്പെടും എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഈഗോയെ തകർക്കാൻ വേണ്ടി കൃത്യമായ പരിശീലനം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ നടത്തി കഴിഞ്ഞാൽ അവിടെ ഐക്യമുണ്ടാവും. ഐക്യമുണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കും. മറ്റുള്ള ഒരാളുമായി നമുക്ക് വിദ്വേഷം ഉണ്ടാവില്ല. പിന്നെ അടുത്ത സെന്റൻസ് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ ബിസിനസ് വഴിയിൽ അച്ചടക്കം പാലിക്കൽ. എന്താ ബിസിനസ്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരൊറ്റ കച്ചവടമേ ഉള്ളൂ, മദ്യപാനം നിർത്തണം എന്ന കച്ചവടം മാത്രമേ ഉള്ളൂ, അല്ലെ? നമ്മുടെ ബിസിനസ് വഴിയിൽ അച്ചടക്കം പാലിക്കുക. ഈ മദ്യപാനം നിർത്തുക എന്ന് പറയുന്ന കച്ചവടത്തിന്റെ ഇടയിൽ നമ്മൾ അച്ചടക്കം പാലിക്കണം. സങ്കല്പങ്ങൾ പ്രയോഗിക്കുന്നതിൽ നാം കണ്ടെത്തുന്ന ശിക്ഷണം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സങ്കല്പങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ സർവീസ് രീതിയിലൊക്കെ നടത്തണമെങ്കിൽ ശിക്ഷണം നടത്തണം. അത് സ്വയം നടത്തണം. നമ്മൾ ആന്തരികമായും ലോകം മുഴുവനായും ബിസിനസ്സിനായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഒരൊറ്റ കച്ചവടം, മദ്യപാനം നിർത്തണം എന്ന കച്ചവടത്തിന് വേണ്ടിയിട്ട് ആന്തരികമായിട്ടാണ്. കാരണം സ്വയം പ്രവർത്തിക്കുന്നു, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും എന്നാൽ മാത്രമേ ലോകം മുഴുവൻ പ്രവർത്തിക്കുള്ളൂ. ഒരു വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് പോയി ആ വ്യക്തിയെ കണ്ടുകൊണ്ടുണ്ടാവുന്ന മാറ്റം. അതിനാദ്യം നമ്മളോട് പറയുന്നത് ഈ ലോകത്തിലേക്ക് നോക്കിയിട്ട് പ്രസംഗിക്കാനൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഈ പരിശീലിക്കുന്ന പറയണേ. ആദ്യം എൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ആത്മീയതയെ നീ പാലിക്ക്. എന്നിട്ട് ആ സങ്കല്പങ്ങളെ കൃത്യമായി പാലിക്കണം എന്നുണ്ടെങ്കിൽ നീ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിലൂടെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് എന്താ?
മറ്റുള്ളവരോട് സഹിഷ്ണുത കാണിക്കാൻ പറ്റും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യ പരിശോധനാ സഹായി നമ്മളിവിടെ നടത്തുന്നുണ്ട്. പലപ്പോഴും പാരമ്പര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പാരമ്പര്യം പരിശോധിക്കേണ്ടത് ഞാനാണ്, മറ്റ് ഗ്രൂപ്പിൽ അംഗങ്ങൾ ചെയ്തോ എന്നുള്ള എന്റെ വിഷയമല്ല. ഉണ്ണി അത് ചെയ്തിട്ടുണ്ടോ എന്ന് എന്നോടാ ചോദിക്കുന്ന പാരമ്പര്യം. പരിശോധിക്കേണ്ടത് ഞാൻ എഴുതി ചെയ്യാണ്. എന്റെ സ്പോൺസറുമായിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തേണ്ടത് ഞാൻ ചെയ്യാനാണ്. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത പ്രവർത്തിക്കുന്നത്. ഈ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്, മദ്യപാനികളെ സഹായിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ഉപാധിയില്ലാതെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത. കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയതയെ കുറിച്ചാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് എന്നുള്ളതാണ്. ഇവയൊക്കെ എന്നെക്കാൾ വലിയ ശക്തി എനിക്ക് നൽകിയിട്ടുള്ളവയാണ് എന്നാണ് പിന്നീട് പറയുന്നത്. എന്നെക്കാൾ വലിയ ശക്തി എനിക്ക് നൽകിയതൊന്നും എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല. മദ്യാസക്തനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയ കാര്യങ്ങളൊന്നും സാധ്യമല്ല. ഇതൊക്കെ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൈ ഉയർത്തിക്കൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് ഇറങ്ങി വരണം. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും സാർവത്രികമാണ്. ഇത്രയേറെ ജീവിതത്തെ മാറ്റിമറിച്ച ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധം അല്ലേ, ആൽക്കഹോളിക്സ് അനോണിമസിനെ വിശ്വസിക്കുന്നത് സാർവത്രികമായിട്ട് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒന്നായിട്ടാണ്. ഇത്രയേറെ ജീവിതത്തെ മാറ്റിമറിച്ച ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധം, അവിടെ ശരി തെറ്റുകളെ കുറിച്ച് തിരിച്ചറിയാനുള്ള ബോധമായി വരുന്നു. ഇനിയും കൂടുതൽ ജീവൻ നിലനിർത്തുന്നതും തുടരുകയാണ് അവനവന്റെ ഭക്തിയിന്മേൽ. കൂടുതൽ ജീവൻ നിലനിർത്തുന്നത് ജീവിത രീതിയിലൂടെ, അവനവന്റെ ഭക്തിയിലൂടെ ആളുകളുടെ, നമ്മൾ ഈ ഭക്തി കാണിക്കുന്നത് നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനാണ്. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മരിക്കാൻ പോകുന്ന, ലോകത്ത് മദ്യം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ട്. നമ്മൾ ആലോചിക്കണം എന്ന് പറയാണ് നമ്മളോട്. ആ ഭക്തി അല്ലെങ്കിൽ ആത്മീയത ഉണ്ടാവേണ്ടത് എന്തിനാ? മറ്റു മദ്യാസക്തരെ വിധിക്കാതെ കൈപിടിച്ച് കേറി വാടാ മോനെ എന്ന് പറഞ്ഞ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിലേക്ക് കൊണ്ടുവരാനും അവന് പുതിയ ജീവിതം കാണിച്ചു കൊടുക്കാനുമാണ്. അതിനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ആത്മീയത പ്രവർത്തിക്കേണ്ടത്. ആളുകൾ യിൽ ആത്മീയതയിൽ ജീവിക്കാൻ തുടങ്ങിയതിനേക്കാൾ വലുതായി മറ്റൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയിൽ ജീവിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് പറയാണ്. അതിനേക്കാൾ വലുതായി, കാരണം യുടെ ജീവിത രീതി, എന്ന് പറയുന്നത് എന്താ? തന്റെ എല്ലാ വ്യവഹാരങ്ങളിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളെ താൻ കൃത്യമായിട്ട് ഇൻവെന്ററി നടത്തിക്കൊണ്ട് പരിശീലിപ്പിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ മറ്റൊന്നും ലോകത്തിൽ കണ്ടിട്ടില്ല എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഒന്നും അനുഭവിച്ചിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത എന്ന് പറയുന്നത് എനിക്ക് അനുഭവവേദ്യമാകുന്നതാണ്. ഇതിന്റെ മാർക്ക് ഇടുന്നത് ഞാൻ തന്നെയാണ്. ആ സുഖം, എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം മറ്റുള്ളവർക്ക് ഞാൻ വിട്ടുകൊടുക്കുമ്പോ, എൻ്റെ ഈഗോ മാറി ഞാൻ എന്ന ബോധം ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഈ പറയുന്ന 36 സങ്കല്പങ്ങളിലൂടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ അനുഭവിക്കുന്ന സന്തോഷം എൻ്റെ ഉള്ളിൽ അനുഭവവേദ്യമാകണം എന്നാണ് പറയുന്നത്. അതിനോളം മറ്റൊന്നും അനുഭവിക്കാൻ പറ്റില്ല ജീവിതത്തിൽ എന്നുള്ളതാണ്. ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ ആത്മീയതയിൽ ആളുകൾ യിൽ അവരുടെ ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങി. ഈ പരിവർത്തനം സംഭവിക്കുന്നത് ആത്മീയമായ ഈ ജീവിത രീതിയിൽ ജീവിക്കുമ്പോഴാണ്. ആത്മീയമായ ജീവിത രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുള്ളൂ. ശക്തിയുടെ ഉറവിടം അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ് നമ്മൾ. യിൽ ആത്മീയ അനുഭവം വിശാലവും വ്യത്യസ്തവുമാണ്. ആത്മീയ സങ്കല്പങ്ങളോട് സഹിഷ്ണുത പുലർത്തുന്ന അംഗങ്ങൾക്ക് സുബോധത്തിന്റെ തുടർച്ചയിൽ തിരിച്ചറിവിലേക്കും ആത്മീയമായ ഊർജം ലഭിക്കുന്നു. അല്ലേ, ആത്മീയ അനുഭവം എന്ന് പറയുന്നത് വിശാലമാണ്, വ്യത്യസ്തമാണ്. നമ്മൾ ആത്മീയമായ സങ്കല്പങ്ങളോട് സഹിഷ്ണുത പുലർത്തണം. സഹിഷ്ണുതയെ കുറിച്ച് എത്ര ഭാഗത്താണ് നമ്മളോട് പറഞ്ഞത്? അംഗീകരിക്കാൻ, മറ്റുള്ളവരെ അംഗീകരിക്കലാണ് ഈ സഹിഷ്ണുത. അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ആശയത്തെ, അവനെ കേൾക്കാൻ, അവൻ പറയുന്നത് നമുക്ക് എതിർപ്പുള്ള കാര്യമാവുമ്പോഴും അവിടെ ഒരു അഭിപ്രായവും പറയാണ്ട് കേൾക്കാൻ, ആ രീതിയിൽ സഹിഷ്ണുത പുലർത്തുന്ന അംഗങ്ങൾക്ക് സുബോധത്തിന്റെ തുടർച്ചയിൽ തിരിച്ചറിവിലേക്കും ആത്മീയമായ ഊർജം ലഭ്യമാക്കുന്നു. സജീവമായ നീരാവിയായി പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ കൈവരുന്നു. ഇവിടെയാണ് നമ്മുടെ വാഗ്ദാനങ്ങൾ 83-ാമത്തെ പേജില് നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുതപ്രദരാകും എന്ന് പറയുന്ന, നമ്മൾ എന്നും വായിക്കുന്ന വാഗ്ദാനം ഇവിടെ നടപ്പിലാക്കപ്പെടുന്നതാണ് പറയുന്നത്. ചില ശ്രദ്ധേയമായതും എന്നാൽ മുൻകൂട്ടി
അവർ തീർച്ചയായും ഒരു ആത്മീയമായ പരിവർത്തനം ഉണ്ടാക്കി. ഞാൻ പുതുമുഖമായിരുന്നപ്പോൾ ആത്മീയത അഥവാ വിശ്വാസത്തിന്റെ ആശയങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നില്ല. എനിക്ക് എന്റെ മനസ്സിലാക്കലുള്ള ദൈവം ഇല്ലായിരുന്നു. എന്റെ ധാരണയിലുള്ള ദൈവവും, ഇവിടെ കണ്ടില്ലേ, എന്റെ മനസ്സിലാക്കലിലുള്ള ദൈവമാണ്, മറ്റുള്ളവരുടെ മനസ്സിലാക്കലല്ല. എന്റെ ധാരണയാണ്, എന്റെ ധാരണയിലുള്ള ദൈവമാണ്. ഇതൊന്നും തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഒന്നും തന്നെ വിധിക്കലുകളോ മറ്റൊന്നുമില്ല. എന്ത് പറഞ്ഞാലും ആത്മീയത എന്ന ആശയവുമായി ഞാൻ എന്താണെന്നറിയാതെ ഞാൻ ഏറ്റുമുട്ടി. നമ്മുടെ തുടക്കകാലത്തൊക്കെ നമ്മുടെ ഏറ്റുമുട്ടലുകളൊക്കെ അത് അറിയാത്തതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. അത് ഞാൻ വീണ്ടും അതിന്റെ ജസ്റ്റ് വായിക്കുകയുള്ളൂ, അത് പറയുന്നില്ല. എന്താണെന്നുള്ള നമുക്ക് നോക്കാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്കിന്റെ അനുബന്ധം 2, ഇന്നലെ പറഞ്ഞ 215 പേജ്, അനുബന്ധം 2 വായിച്ചതിൽ ഞാൻ ആഴത്തിലുള്ള ആത്മീയതയുടെ മനസ്സിലാക്കലും ആത്മീയതയിൽ വരുന്ന മാറ്റങ്ങളും അനുബന്ധം ഇങ്ങനെ പറയുന്നു: ഞങ്ങളെക്കാൾ വലിയൊരു ശക്തി എന്നതാണ് ഞങ്ങളുടെ ആത്മീയ അനുഭവത്തിന്റെ അന്തസത്ത എന്ന്. കൂടുതൽ വിശ്വാസികളായ ഞങ്ങളുടെ അംഗങ്ങൾ ഇതിനെ ദൈവബോധം എന്ന് വിളിക്കുന്നു. സത്യസന്ധതയോടെ തന്റെ പ്രശ്നത്തെ നേരിടുന്ന ഏതൊരു മദ്യപാനിയും അയാൾ എല്ലാ ആത്മീയ ആശയങ്ങൾക്കും എതിരെ കണ്ണടക്കുന്നില്ലെങ്കിൽ, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം, സത്യസന്ധതയോടെ തന്റെ പ്രശ്നത്തെ നേരിടുന്ന ഏതൊരു മദ്യപാനിയും അയാൾ എല്ലാ ആത്മീയ ആശയങ്ങൾക്കും എതിരെയാണ്. അല്ലാണ്ട് എല്ലാ ആത്മീയത്തിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, അതാണ് പറഞ്ഞത്. എല്ലാ ആത്മീയ ആശയങ്ങൾക്കും എതിരെ കണ്ണടക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെടാനാകുമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഊന്നി പറയുന്നു. ഇതൊക്കെ പ്രാവർത്തികമാക്കിയ ആൾക്കാരായി പറയുന്നത്. സഹിഷ്ണുതയില്ലാത്ത മനോഭാവത്തിനും സന്ധിയില്ലാത്ത നിഷേധത്തിനും മാത്രമേ അവനെ തോൽപ്പിക്കാനാവൂ. ഒരൊറ്റ കാര്യമാണ് അവിടെ, കണ്ടില്ലേ? സഹിഷ്ണുതയില്ലാത്ത മനോഭാവം. വീണ്ടും വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല, നമ്മൾക്ക് മനസ്സിലാക്കാം. സന്ധിയില്ലാത്ത നിഷേധം, എന്തിനോടും നിഷേധിക്കുന്ന നമ്മുടെ ആ ഒരു ഡിനൈൻ ചെയ്യുന്ന സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. അത് മാത്രമേ നമ്മളെ തോൽപ്പിക്കാൻ പറ്റൂ. നമ്മുടെ സഹിഷ്ണുത ഇല്ലായ്മയും നമുക്ക് സന്ധിയില്ലാത്ത നിഷേധത്തിനും മാത്രമേ നമ്മളെ തോൽപ്പിക്കാൻ പറ്റൂ. വേറൊന്നിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ബോധവൽക്കരണം ആത്മീയ അനുഭവത്തിന്റെ സത്തയാണ്. നമ്മുടെ ഉള്ളില് സ്വയം ബോധവൽക്കരണം ഉണ്ടാവണം. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അനുഭവത്തിന്റെ, ആത്മീയമായ അനുഭവത്തിന്റെ സത്ത എന്ന് പറയുന്നത്. അതാണ് സഹിഷ്ണുതയുള്ള മനോഭാവവും നമ്മളെ നിഷേധങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അനുബന്ധം തുടരുന്നു: ഈ പദ്ധതിയിൽ ആത്മീയതയുമായി ആരും വിഷമിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സന്മനസ്സും സത്യസന്ധതയും തുറന്ന മനോഭാവവുമാണ് രക്ഷപ്പെടലിന്റെ ആവശ്യ ഘടകങ്ങൾ. പക്ഷെ ഇവ അനിവാര്യമാണ്. നമുക്ക് ആർക്കും ആത്മീയത കണ്ടെത്താനാകാത്തതിൽ ആത്മീയതയുമായി ബുദ്ധിമുട്ടുണ്ടാകേണ്ട. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. സത്യസന്ധതയുള്ളവർ, തുറന്ന മനസ്സുള്ളവർ മോചനത്തിന്റെ ആവശ്യകതകളാണ്. ചിലർ ആത്മീയ ഉണർവ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. 12ാം പടിയിലും സാഹിത്യത്തിലും ഇത് കാണാം. 12ാം പടിയിലും 12 പാരമ്പര്യങ്ങളിലും 106 പേജിൽ ബിൽഡബ്ല്യു ആത്മീയ ഉണർവിനെ കുറിച്ച് ബിൽഡബ്ല്യു എഴുതിയ ഒരു കാര്യമുണ്ട്. ആത്മീയ ഉണർവ് അനുഭവിച്ചവരെല്ലാം തന്നെ, നമ്മൾ ഈ മാസം ചർച്ച ചെയ്യുന്ന പ്രതിദിന പഠനങ്ങളൊക്കെ അത് തന്നെയാണ്. ആത്മീയ ഉണർവിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാം അത് തന്നെ വ്യത്യസ്തങ്ങളായ ധാരാളം നിർവചനങ്ങൾ നൽകുന്നു. പക്ഷെ തീർച്ചയായും യഥാർത്ഥമായ ഓരോ അനുഭവത്തിനും മറ്റുള്ളവയുമായി പൊതുവായ ചില കാര്യങ്ങളുണ്ട്. അവയ്ക്കുള്ള പൊതുവായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തീരെ പ്രയാസമുള്ളതല്ല. ഒരു പുരുഷനോ സ്ത്രീക്കോ ആത്മീയമായ ഉണർവുണ്ടാകുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് മുമ്പ് തന്നെ സഹായിക്കപ്പെടാത്ത കരുത്താലും സ്രോതസ്സുകളാലും ഒറ്റയ്ക്ക് തനിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനും അനുഭവിക്കാനും ചെയ്യുവാനും തനിക്കിപ്പോൾ കഴിവുണ്ടാകുന്നു എന്നാണ്. ഒരു പുതിയ ബോധതലത്തിനും നിലനിൽപ്പിനും തുല്യമായ സമ്മാനം അയാൾക്ക് ലഭിച്ചു. സുബോധവും ചെറുത്തുനിൽപ്പും അവൻ സജ്ജമാക്കിയ ഒരു വഴിയിലൂടെ അവൻ യാത്ര ചെയ്യുന്നു. എവിടെ ആ ജീവിതം മണ്ടത്തരമല്ല, അവിടെ മറ്റൊന്നുമല്ല. സഹിഷ്ണുത കാണിക്കണം. ഇവിടെയൊക്കെ എടുത്തു പറയാണ് സഹിഷ്ണുതയെ കുറിച്ച്. ഒരു യഥാർത്ഥ അർത്ഥത്തിൽ അവൻ അവനിൽ നിന്നും അവനെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ഉറവിടമാണ് അവനിൽ പ്രവർത്തിക്കുന്നത്. അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ ഇതുവരെ അവനെ തന്നെ നിഷേധിച്ചു. ഈ ശക്തി വേറെ എവിടെയുമല്ല, അവനവന്റെ ഉള്ളിലാണ്. ആ ശക്തിയെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സഹിഷ്ണുതയുള്ളവരാകണം എന്നൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ കുറിച്ച് വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ്. ഞാൻ കണ്ടുപിടിച്ച ആന്തരിക വിഭവം ഉപയോഗിക്കുന്നു. ഏലെ ഉയർന്ന ശക്തിയുള്ളതുപോലെ ബിഗ് ബുക്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പടികൾ അത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആന്തരിക റിസോഴ്സിലേക്ക് അത് എന്ത് എന്ന് മനസ്സിലാക്കുന്നതിനായി എന്നെ സഹായിക്കാനും ശക്തിപ്പെടുത്താനും എന്നെ പ്രാപ്തരാക്കാനും
ഞാൻ ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇത് പ്രവർത്തിക്കുന്നു. എനിക്ക് അനുഭവ പരിചയം, ഒരു ആത്മീയ ഉണർവുണ്ടാക്കുകയും എല്ലാ വാഗ്ദാനങ്ങളും ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്നു. വാഗ്ദാനങ്ങൾ സത്യമായിട്ടും സംഭവിക്കുകയും ചെയ്യുന്നു. വർഷങ്ങളായി എനിക്ക് എൻ്റെ ഉള്ളിലുള്ളതിനേക്കാൾ ഇപ്പോൾ വളരെ നന്നായി എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കപ്പെടുന്നത്? അതിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണ്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ആന്തരികമായ ശക്തി ഉണ്ടാവുന്നു, നമ്മുടെ ഉള്ളിലെ സമാധാനം ഉണ്ടാവുന്നു. അപ്പോൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇത്ര മഹത്തരമായ ഒരു ആത്മീയമായ സന്ദേശം ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിനെയും പുറന്തള്ളാത്ത, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയത ആൽക്കഹോളിക്സ് അനോണിമസിൽ അല്ലാതെ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനകളൊക്കെ തന്നെ 82-ാമത്തെ 83-ാമത്തെ പേജിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പേജ് 12-12-99 പേജിൽ നടക്കുന്ന പരിശുദ്ധ സെന്റ് ഫ്രാൻസിസിന്റെ പ്രാർത്ഥന, അത് പ്രാവർത്തികമാക്കുന്ന നിർദ്ദേശങ്ങള്, രാവിലെ ഉണരുമ്പോൾ നമ്മുടെ മുന്നിൽ 24 മണിക്കൂറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മളോട് തന്നെയുള്ള പ്രതിജ്ഞകളാണ്. ഇതൊന്നും വേറൊരാൾ നടത്തി തരുമല്ല, നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത എന്ന് പറയുന്നത് പുറത്ത് ഒരു ആകാശമാവൻ ഇരുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സാധനമല്ല. അത് പ്രവർത്തിക്കേണ്ടത് മധ്യാസക്തരായ നമ്മൾ തന്നെയാണ്. അതിനുള്ള മനസ്സ്, നമ്മളോട് ശരീരം വൃത്തിയാക്കാൻ പറയുന്നത് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തുകയാണ്. ആ പാകപ്പെടുത്താൻ വേണ്ടി 12 പടികളെ ഉപയോഗിക്കുകയും അവിടെ സഹിഷ്ണുതയോടുകൂടി മറ്റുള്ള ആളുകളെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു എന്നുള്ള പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ എത്തിയിട്ടുള്ളത്, ഞാൻ ഇപ്പോൾ നിരവധി പുരുഷന്മാരെ സ്പോൺസർ ചെയ്യുന്നു. മറ്റൊരു മധ്യാസക്തൻ ബോധവാനായി കാണുന്നത് സന്തോഷവും മൃദുല സമാധാനവും നൽകുന്നു. ഞാൻ അമാനുഷികമായ വസ്തുതകൾക്ക് നിരീശ്വരവാദിയായ ഒരാളിൽ ആത്മീയ ഉണർവുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് തെളിയിക്കുകയാണ്. അമാനുഷികമായ വസ്തുതകൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുക, അമാനുഷികമായ വസ്തുതകൾ, ഇതൊന്നും അമാനുഷികമായിട്ടുള്ള വസ്തുതയാണോ? ഇതൊക്കെ മാനുഷികമായിട്ട് തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ അമാനുഷികമായിട്ട് പറയുകയാണ് ഇവിടെ. കാരണം ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന, നമുക്ക് വിചാരിച്ചാൽ പണ്ട് പറ്റില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിലൂടെ നമ്മൾ കടന്നു പോവുകയും നമ്മൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്കിത് പ്രാവർത്തികമായി പോവാണ്. അപ്പോഴാണ് അമാനുഷികം എന്ന് പറയുന്നത്. അവിടെ നിരീശ്വരവാദിയായ ഒരാളിലും ആത്മീയമായ ഉണർവുണ്ടാവും. പ്രവർത്തിക്കുന്ന ആത്മീയത നിരീശ്വരവാദിയായ ഒരാൾക്ക് പോലും പറ്റും. അപ്പൊ നമ്മളിവിടെ വിധിക്കൊന്നും വേണ്ട. നിരീശ്വരവാദി അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ABC അറിഞ്ഞാൽ മാത്രം ആൽക്കഹോളിക്സ് അനോണിമസ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് പറയാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവിടെ ആരും പറയണ്ട എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ലിറ്ററേച്ചർ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഒരാളിൽ ആത്മീയമായ AA മോചന പദ്ധതി വഴി പ്രതിഫലങ്ങൾ നേടിയെടുക്കുകയും കൊയ്യുകയും ചെയ്യുന്നു എന്നാണ്. നിരീശ്വരവാദിക്ക് എന്നല്ല, ഏതൊരാൾക്കും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൃത്യമായ രീതിയിൽ പ്രോഗ്രാം പരിശീലിച്ചാൽ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വിധികളെ നിർത്തിയിട്ടുണ്ട്. ഇത് ഇത്രയും പറഞ്ഞു വന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ആത്മീയതയെ കുറിച്ചാണ്. ഇതൊക്കെ എടുത്തിട്ടുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക് കെയിം ടു ബിലീവ് എന്നുള്ള കാര്യത്തിൽ നിന്നും, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അപ്പൻഡിക്സ് 2 സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വലിയ ബിഗ് ബുക്ക് ഉള്ള ആളുകൾക്ക് അറിയാം അത്. പിന്നെ ചാപ്റ്റർ 4 ബി അഗ്നോസ്റ്റിക്, ഡു യു തിങ്ക് യു ആർ ഡിഫറെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാംപ്ലെറ്റ് ഉണ്ട്. പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രസിദ്ധീകരണമായ എ ഗ്രേപ്പ് വൈൻ, സ്പിരിച്വൽ അവേക്കനിങ് ജേർണി ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് 2ാമത്തെ പാർട്ട്. ഇതെന്ന കൂടിയിട്ടാണ് ഈ ഒരു പാംപ്ലെറ്റ് എടുത്തിട്ടുള്ളത്. 15 പേജുള്ള ഒരു പാംപ്ലെറ്റ് ആണ്, മെനി പാത്സ് ടു സ്പിരിച്വാലിറ്റി. എന്തായാലും ഈ ഒരു വിഷയം ഇവിടെ 2 ദിവസമായിട്ട് സംസാരിക്കാനും ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനും പറ്റിയതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ സദയം എൻ്റെ അറിവില്ലായ്മയായിട്ട്, എൻ്റെ ഒരു പരിചയ കമ്മിയായിട്ട് കണ്ട് എനിക്ക് മാപ്പ് തരണം എന്നുള്ള അപേക്ഷയോടുകൂടി ഈ മിഡ് നൈറ്റ് ഗ്രൂപ്പിന്റെ എല്ലാ സേവകർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിഭാവനം ചെയ്യുന്ന സുബോധ ജീവിതം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.